ജിസ്മോളുടെ ദുരൂഹ മരണം അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ? രണ്ട് തരത്തിലുള്ള ചർച്ചകളും നമ്മൾ നടത്തുകയുണ്ടായി. എന്നാൽ ഇന്ന് അതിന് ഉത്തമമായ തെളിവ് വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജോളികൾ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്, ദുരൂഹമായ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുന്നേയും ഈ ചാനൽ സംസാരിച്ചിട്ടുണ്ട്. പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതൊരിക്കലും ഒരു ആത്മഹത്യയാകാൻ സാധ്യതയില്ല. ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഡോക്ടർ വിനോദ് ഭാസ്കർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു വ്യക്തി ജിസ്മോൾ പോകാൻ സാധ്യതയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊക്കെ ക്യാമറകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എടുത്ത് കാണിച്ചിരുന്നു. ഒരു CCTV ദൃശ്യങ്ങൾ പോലും കൃത്യമായിട്ട് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ചില ആളുകൾ അത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. CCTVയിലെ സമയത്തിലുള്ള വ്യത്യാസമൊക്കെ പലരും ആ വിഷയമൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് പുറത്തു വന്നിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേട്ടോ. പോലീസിന്റെ കയ്യിൽ ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാവും. ഇന്നോ ഇന്നലെയോ ലഭിച്ചതായിരിക്കും. അതിന് മുന്നേക്ക് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ കേരളീയം ചാനലിലെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം പുറത്തുവിടുന്നത്. അതിനു മുന്നേ പോലീസിന്റെ കയ്യിൽ തീർച്ചയായിട്ടും ഇത് ലഭിച്ചിട്ടുണ്ടാവും. പ്രാഥമികമായ നിഗമനം നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില വാർത്തകളിൽ കാണുന്നത് ജലമുള്ളിൽ ചെന്ന് മരിച്ചു, വെള്ളമുള്ളിൽ ചെന്ന് മരിച്ചു, മുങ്ങി മരിച്ചാണ് സാധ്യത എന്നാണ്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, അങ്ങേറ്റം ക്രൂരമായ ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യനൊന്നും ഇത്ര ക്രൂരമായിട്ട് അത് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ 1 വയസ്സുള്ള കുട്ടിയൊക്കെ തലക്കടിച്ച് കൊല്ലുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരമായിരിക്കും ഇവരുടെ മനസ്സെന്നുള്ളത്. അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. പൂർണ്ണമായ രൂപം കേരളീയം ചാനൽ ലഭ്യമാണ്. അത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിലിപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യം മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ചാനലിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം വായിച്ച് വിശദമാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ റീസൺസ് കിട്ടും. ആദ്യം പറയുന്നത് ജിസ്മോളുടെ മരണത്തിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ്. എടുത്തു പറയുന്ന കാര്യം ഇത് മുങ്ങിമരണമല്ല എന്നുള്ളത് തന്നെയാണ്. ജിസ്മോൾ വയസ്സ് 32, അമ്മ, മരണകാരണം വിഷബാധ, ഇഞ്ചക്ഷൻ വഴി. കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കാരണങ്ങൾ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. കഴുത്തിൽ സൂചി വെച്ചതിൻ്റെ അടയാളം, രക്തം നുഴഞ്ഞു കയറുന്നതിനൊപ്പം കഴുത്തിൽ സ്വയം കുത്തിവെക്കുന്നതിന് സാധ്യമല്ല എന്ന് എഴുതിയിട്ടുണ്ട്. വായിൽ നിന്ന് പുറത്തു വരുന്ന മീൻമണമുള്ള നുര വിഷരാസവസ്തുവിൻ്റെ സാന്നിധ്യം, അതായത് അലൂമിനിയം ഫോസ്ഫൈഡ് അല്ലെങ്കിൽ ഓർഗാനോ ഫോസ്ഫൈറ്റ് എന്നിവ കുത്തിവെക്കുകയോ വിഴുങ്ങുകയോ ചെയ്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ശരിയായിട്ടുള്ള തർജ്ജമ തന്നെയാണ്. ശ്വാസകോശത്തിൽ നീർവീക്കം ഉണ്ട്, നുരയും പതിയും വിഷബാധയും ഉള്ളതായി മനസ്സിലാക്കാം. മൂക്കിൽ നിന്നും വായിൽ നിന്നും ഉള്ള രക്തം ആന്തരിക രക്തസ്രാവത്തെയോ രാസപരിക്കിനെയോ സൂചിപ്പിക്കുന്ന ദ്വിതീയ സാധ്യതകൾ. അതായത് മുങ്ങിമരണം ഒരു കാരണ ഘടകമാണ്, പക്ഷേ അത് പ്രാഥമികമാക്കാൻ സാധ്യതയില്ല. കൈത്തണ്ട മുറിച്ചുള്ള ആത്മഹത്യയെ പിന്തുണയ്ക്കുന്നില്ല. മുറിവ് മാരകമല്ല. അതായത് മുങ്ങിമരണം ഒരു കാരണമെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അതൊരു പ്രാഥമിക സാധ്യതയേ അല്ല എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇവിടെ പറയുന്നത്. കൈത്തണ്ടയിൽ ഉണ്ടായിരുന്ന മുറിവ് മാരകമല്ല, അതുമൂലമല്ല മരിച്ചത്, രാസവസ്തുക്കൾ കുത്തിവെക്കുകയോ ഉള്ളിൽ ചെല്ലുകയോ ചെയ്തിട്ടാണ് എന്ന് ആണ് ഇതുവരെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അത് കഴുത്തിൽ മുറിവുണ്ടെന്ന് പറയുന്നുണ്ട്, സൂചിമുന കൊണ്ടുള്ള പാട് ഉണ്ടെന്ന് അത് ആ റിപ്പോർട്ടിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ നമുക്കത് കാണാം. ഈ നീഡിൽ കൊണ്ട് കുത്തിയ പാട് എന്ന രീതിയിൽ കഴുത്തിൽ വിഷം കുത്തിവെച്ച്. അപ്പം ഇതിനകത്തൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ തന്നെ കൊല്ലണമെന്ന് ഉറപ്പിച്ച പോലെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വെള്ളം ശ്വാസകോശത്തിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ സാധ്യതത്തിന് മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ മുങ്ങിമരണത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടാവണം. അതായത് വീടിനകത്ത് തന്നെ ബക്കറ്റിലോ അല്ലെങ്കിൽ ടബിലോ ഒക്കെ വെള്ളത്തിൽ ഈ ശരീരം ബലമായിട്ടോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിട്ടുണ്ടെങ്കിൽ ആ ശരീരം വെള്ളത്തിലേക്ക് മുക്കിയിട്ടിട്ടുണ്ടാവണം. അങ്ങനെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതപ്പോൾ വെള്ളത്തിലെയും പുഴയിലെയും രാസപരിശോധന നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും എവിടെയുള്ള വെള്ളമാണ് ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ളതെന്ന്. ഇനി പുഴയിലെ വെള്ളം തന്നെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സാധ്യത അബോധാവസ്ഥയിലുള്ള ജിസ്മോളുടെ ശരീരമായിരിക്കും വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയും ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശ്വാസകോശത്തിലേക്ക് വെള്ളം കയറിയതല്ല, അതൊരു സെക്കൻഡറി സാധ്യത മാത്രമാണ്, ഒരു രണ്ടാമത്തെ ചാൻസ്, സെക്കൻഡ് ചാൻസ് മാത്രമാണ്. 4 വയസ്സുകാരുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെ പറയും. മാത്രമല്ല ആന്തരികമായിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിങ് സംഭവിച്ചിരിക്കുന്നു. അത് അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ രാസവസ്തുക്കൾ അകത്ത് ചെല്ലുമ്പോൾ സംഭവിക്കാറുണ്ട്. മുങ്ങിമരണത്തിനൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സാധ്യത വളരെ കുറഞ്ഞൊരു കാര്യമാണ്. 4 വയസ്സുകാരിയായ മകളുടെ കാര്യത്തിലും അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു, ഇത് മുങ്ങിമരണമല്ല, വിഷം ഉള്ളിച്ചെന്നാണ് മരിച്ചിരിക്കുന്നതെന്ന്. ഇനിയും 4 വയസ്സുള്ള മൂത്ത മകൾ നേഹയുടെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നാൽ, അക്യൂട്ട് വിഷബാധ അല്ലെങ്കിൽ രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന ശ്വാസകോശത്തിലെ നീർവീക്കം, അതാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ടാണ് മരണപ്പെട്ടത്, അല്ലാതെ മുങ്ങി മരിച്ചല്ല ആ കുട്ടിയും മരിച്ചിരിക്കുന്നത്. ജിസ്മോൾ മരിച്ചതുപോലെ മുങ്ങി മരിച്ചല്ല ഈ 4 വയസ്സുകാരിയും മരിച്ചിരിക്കുന്നത്. മൂക്കിലും വായിലും രക്തം കലർന്ന നുരയുണ്ടായിരുന്നു. നാവ് കടിച്ച രീതിയിലാണ്
കോച്ച് വലിയുടെയോ അവസാന വേദനയുടെയോ ലക്ഷണം, അതായത് മരണവേദന എടുത്തിട്ട് വല്ലാതെ കുഞ്ഞ് വേദനിച്ചു എന്നാണ് പറയുന്നത്. മരണവേദന എടുത്ത് നാക്ക് കടിച്ചാണ് കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത്. മുങ്ങി മരണമല്ല, അതിന്റെ ലെങ്സിൽ വെള്ളമില്ല. അത് ഞാൻ അടുത്തേക്ക് വരാൻ പോകുന്നുള്ളൂ. ശ്വാസകോശത്തിലെ നീർവീക്കം, സബ്പ്ലൂറൽ ബ്ലീഡിംഗ്, ലെങ്സിനും എല്ലിന്റെ കൂടിനും ഇടയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് അത് പറയുന്നത്. അതായത് എല്ലും കൂടിനും ശ്വാസകോശത്തിനും ഇടയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു, വയറിനുള്ളിൽ രക്തം കലർന്നിരിക്കുന്നു, മണമില്ല, സ്മെല്ലൊന്നുമില്ല വയറിനുള്ളിൽ. കൈമുട്ടിലും ഞരമ്പിലും സൂചി കുത്തിവെച്ച അടയാളങ്ങൾ, കുത്തിവെച്ച വിഷവസ്തുവിന് സംശയാസ്പദം. ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചി കൊണ്ട് കുത്തിയ അടയാളങ്ങളാണ് ഈ കൈമുട്ടിലും ഞരമ്പുകളിലും ഉള്ളത്. അതായത് എന്തോ വിഷദ്രാവകം കുത്തിവെച്ചാണ് ഈ 4 വയസ്സുകാരി നേഹയെ കൊന്നിരിക്കുന്നത്. അതിന്റെ തുടയിലാണ് അങ്ങനെ ഒരു ഇഞ്ചക്ഷന്റെ പാട് ഉള്ളത്. രണ്ടുപേരെയും സമാനമായ സാഹചര്യത്തിലാണ് കൊന്നത്. രണ്ടുപേരുടെയും ശരീരത്തിലുണ്ട്. ഇനിയിപ്പോൾ സ്വാഭാവികം നമുക്ക് തോന്നുന്ന സംശയമായിരിക്കും, ജിസ്മോൾ തന്നെ ആയിരിക്കും അത് ചെയ്തത്. ജിസ്മോൾ തന്നെ സ്വയം കുത്തിവെച്ചിട്ട് മക്കളെയും കുത്തിവെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇദ്ദേഹം വിശദമായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാത്തത്. പക്ഷെ മുങ്ങി മരണമല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടെയും ആവർത്തിക്കുന്നു. അതേപോലെ ആ കുട്ടി മരിച്ചതിനെ കുറിച്ച് പറയുന്ന നാവ് കടിച്ച് പിടിച്ച് അസഹ്യമായ വേദന സഹിച്ചിട്ടാണ് ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഇവർ കണ്ടു നിന്നു എന്നുള്ള എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾക്കാണെങ്കിൽ പോലും ചെറുതായിട്ട് കുഞ്ഞുങ്ങളൊന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അടിച്ചു കഴിയുമ്പോൾ നമ്മളുള്ളൊരു റിഗ്രറ്റ് വരും. മക്കൾക്ക് വേദന വരുന്നൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമോ? പക്ഷെ അവിടെ വേദന സഹിച്ച് നാവ് കടിച്ച് പിടിച്ചിട്ടാണ് ആ കുഞ്ഞ് മരിച്ചത്. ഇവരൊക്കെ ഏത് രീതിയിൽ ശിക്ഷിക്കുമെന്ന് അറിയില്ല. ഇപ്പോഴും ഈ വിഷയങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതാണ് നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന കാര്യം. ഏത് ചെറിയ കാര്യങ്ങളും പ്രശ്നേഷനെ പോലുള്ളവരുടെ കാര്യങ്ങൾ പോലും അതൊക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ന്യൂസിലെത്തുമെന്ന്. അതൊക്കെ പോലും ന്യൂസിലെത്തിയ കാലഘട്ടത്തിൽ ഇതുപോലൊരു സംഭവം, ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ന്യൂസിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തണം. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. കാരണം ഈ കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ മാത്രം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് വേറെ 1-2 ചാനലുകൾ വന്നിരുന്നതിൽ കുറെ കൂടെ ആധികാരികമാണെന്ന് പറയാമല്ലോ എന്ന് കരുതി, അല്ലെങ്കിൽ റിപ്പോർട്ട് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാമല്ലോ എന്ന് കരുതി സെർച്ച് ചെയ്ത് നോക്കി. കിട്ടിയില്ല. ഇന്നും അവൈലബിൾ അല്ല. എന്താ അല്ലേ, ആൾക്കാർക്ക് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ്. വലിയ മാധ്യമധർമ്മം വിളമ്പുന്ന ആളുകൾ പോലും ഒച്ചരിച്ച് നിൽക്കുമ്പോൾ. നോറ, 1 വയസ്സും 2 മാസവുമുള്ള നോറ എന്ന് പറയുന്ന കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടിയുടെ മരണം തലക്കേറ്റ ആഘാതം, ദ്വിതീയ ശ്വാസം മുട്ടിക്കൽ അല്ലെങ്കിൽ വിഷബാധ ഇവയുടെ കാരണങ്ങൾ. അതായത് ശ്വാസം മുട്ടിച്ച് അല്ലെങ്കിൽ മാരകമായി തലയോട്ടിക്ക് പരിക്കേൽപ്പിച്ചിട്ടാണ് അതാണ് കൊന്നിരിക്കുന്നത്. തലയോട്ടിയിലും മുഖത്തും 1-ലധികം മുറിവുകൾ, അതായത് തലയോട്ടി പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങി മരണമല്ല എന്ന് പറയുന്നുണ്ട്. ശ്വാസനാളങ്ങളിൽ നുരയുന്ന ദ്രാവകം, ശ്വാസകോശത്തിലെ നീർവീക്കം, എപ്പികാർഡിയൽ രക്തസ്രാവം, ഹൃദയത്തിന്റെ പുറംപാളിക്കാണ് എപ്പികാർഡിയം എന്ന് പറയുന്നത്. അവിടെ രക്തസ്രാവം ഉണ്ടായിരുന്നു. 2 പാളിയുണ്ട് ഹൃദയത്തിന്. അതിന്റെ പുറംപാളിയിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ നോറ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെത്. എനിക്ക് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ആമാശയത്തിലെ സബ്മ്യൂക്കസ് രക്തസ്രാവം ആഘാതമോ വിഷബാധയോ സൂചിപ്പിക്കുന്നു. ആമാശയത്തിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇത് വിഷബാധയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അതും മുങ്ങി മരണമല്ല. 3 പേരുടെ ശരീരത്തിൽ ഒരേപോലെ വിഷബാധ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ പുഴയിൽ വല്ലൊരു വിഷം കലക്കിയതായിരിക്കുന്നതായിരിക്കും ഇനിയുള്ള പുതിയ ന്യായീകരണം. കാരണം ഈ CCTV ദൃശ്യങ്ങൾ കണ്ടുപിടിച്ച ആളുകൾ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന ഗ്രൂപ്പിൽ വന്നെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ സൂപ്പറൊക്കെ ഉണ്ടാക്കായിരിക്കും. കൂടെ നിൽക്കുന്നവരെ പിന്നിൽ നിന്ന് കുത്തുക എന്നൊരു പ്രയോഗമുണ്ട്. ജിസ്മോൾക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ജിസ്മോളെ തന്നെ പിന്നിൽ നിന്ന് കുത്തുക. ചെറിയ കുട്ടി, 1 വയസ്സുള്ള കുട്ടി തലക്കടിയേറ്റാണ് തലയ്ക്ക് ഉണ്ടായ ആഘാതം, തലയ്ക്കുണ്ടായ മുറിവ്, അതാണ് മരണകാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി പുഴയിലേക്ക് വീണപ്പോൾ തലയടിച്ച് വീണതാണെന്നായിരിക്കും അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ ശരീരത്തിൽ 3 പേരും വിഷം ഒരേപോലെ എങ്ങനെയാണ്? അതാ ഞാൻ പറഞ്ഞു. ഇനി അടുത്ത വ്യാഖ്യാനം പുഴയിലെ വിഷം കലർന്നിട്ടുണ്ട്, അതായിരിക്കും അകത്തു പോയതെന്നായിരിക്കും. ഈ 3 പേരുടെയും കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതുവരെയുള്ള ഡേറ്റാസിനെ അടിസ്ഥാനമാക്കി ഇത് മരണത്തിനുള്ള കാരണം പറയാണ്. വിഷബാധ മൂലമാകാം, ഒരു പക്ഷേ ഓർഗാനോ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടതാകാം. തുടർന്ന് മുങ്ങി മരണത്തെ അനുകരിക്കാൻ വെള്ളത്തിൽ മുക്കി വെക്കുക ആണ് മരണരീതി. അതായത് മുങ്ങി മരിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ മറ്റ് ബക്കറ്റിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലെ വെള്ളത്തിലോ മുക്കി ഉള്ളിലേക്ക് വെള്ളം കയറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാചകം ഇത് തന്നെയാണ്. തുടർന്ന് മുങ്ങി മരണത്തെ അനുകരിക്കാൻ വെള്ളത്തിൽ മുക്കി വെക്കുക, ഇതാണ് ചെയ്തിരിക്കുന്നത്. അതങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ബക്കറ്റിലെ വെള്ളത്തിലോ മറ്റോ മുക്കി പിടിച്ചു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഇതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ വിനോദ് ഭാസ്കറിന്റെ ഫൈൻഡിങ്സ് വന്നപ്പോൾ ഇവരുടെ ശരീരത്തിൽ വെള്ളം കയറിയിട്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ സാധ്യത ആ മുങ്ങി മരണത്തെ അനുകരിക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. ബക്കറ്റിലോ അല്ലെങ്കിൽ ടബിലോ ഫിഷ് ടാങ്കിലോ അദ്ദേഹം പറയുന്ന പോലെയൊക്കെ മുക്കി ശരീരത്തിൽ ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടായിരിക്കാം. അങ്ങനെ വെള്ളത്തിൽ മുക്കി ഇട്ടതിന് ശേഷം വെള്ളം അകത്ത് ചെന്നായിരിക്കാം ആദ്യത്തെ നിഗമനത്തിൽ ശ്വാസകോശത്തിൽ വെള്ളം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ വാർത്തയായിട്ട് പുറത്തു വന്നത്. അവിടെ വരെയൊക്കെ എല്ലാം സേഫായിരുന്നു. പക്ഷെ പിന്നീടാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത്. ഇവര് പോയതിന് CCTV ദൃശ്യങ്ങൾ എങ്ങും കിട്ടിയില്ല. ആ CCTV ദൃശ്യങ്ങൾ
കിട്ടുന്നില്ല എന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ അതൊരു ചോദ്യമായിട്ട് മുന്നിൽ നിൽക്കുന്നു എന്ന് വന്നപ്പോൾ CCTV ദൃശ്യങ്ങൾ ഒരു ഫോട്ടോയുടെ രൂപത്തിലൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇത് ആരോ ശ്രമിക്കുന്നുണ്ട് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആത്മഹത്യയാക്കി എടുക്കണം എന്നുള്ളത്. ഇത്രയും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒന്നും ഞെട്ടിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കി, വലിയ ഞെട്ടലുണ്ടാക്കി. ഇത്രയും ക്രൂരമായിട്ടൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുപോലും പുറത്തുവിടാത്ത ഇവിടുത്തെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടുക. ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇവർ തന്നെയായിരിക്കുമോ, ജിസ്മോൾ തന്നെയായിരിക്കുമോ കുത്തിവെച്ചത്, അതേപോലെ കുട്ടികളെയും കുത്തിവെച്ചത്? ജിസ്മോൾ തന്നെയാണോ ഇനി ഇളയമകളെയും തലക്കടിച്ചു പോകുന്നതെന്നായിരിക്കും പുതിയ വ്യാഖ്യാനങ്ങളിലൊക്കെ വരാൻ പോകുന്നത്. മാത്രമല്ല അത് മയക്കുമരുന്നൊരു വാക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജിസ്മോൾ മയക്കുമരുന്നിന് അടിമയായിട്ട് ചെയ്താണെന്ന് കൂടെ വരുത്തി തീർത്തില്ല എങ്കിൽ അത്ഭുതമുള്ളൂ. വെക്കുന്നത് ചെറിയ കുട്ടികൾക്ക് സ്വയം വിഷം കൊടുക്കാൻ കഴിയില്ല. അമ്മ സ്വമേധയാ അവൾക്ക് വിഷം കൊടുത്തതായി തെളിവുകൾ ഒന്നുമില്ല. അമ്മയുടെ കഴുത്തിലെ സൂചി അടയാളം, അമ്മയുടെ കഴുത്തിലാണ് സൂചി കൊണ്ട് കുത്തിയിരിക്കുന്നത്. അസാധാരണമായ സ്ഥലത്ത് രക്തം പുരണ്ട ഒരു മുറിവ് മറ്റൊരാൾ നിർബന്ധിതമായി കുത്തിവെച്ചതാണെന്ന് സംശയിക്കുന്നു. അതായത് ഈ കഴുത്തിലേക്ക് അങ്ങനെ മറ്റൊരാൾക്ക് സ്വയം കുത്തിവെക്കാൻ കഴിയില്ല, മറ്റൊരാൾ ബലമായി പിടിച്ചിട്ട് കുത്തിവെച്ചിരിക്കുന്നതാണ്. അപ്പം അതിനുള്ള പഴുത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ അടച്ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർ പറഞ്ഞുണ്ടാക്കിയ ആളുകൾ അവർ തന്നെ കുത്തിവെച്ച് മരിച്ചതാണെന്ന്. സാധാരണ ഇതിൽ നമ്മൾ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ കയ്യിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നവരെ നമ്മുടെ കയ്യിലേക്ക് നമ്മൾ നീഡിൽ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പിടിച്ച് കുത്തിവെച്ച് മരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ട് നടത്തുന്ന ഒരു ശ്രമമായിട്ടേ സംഭവിക്കുള്ളൂ. അത് മാത്രമല്ല ജിസ്മോൾ അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ജിസ്മോൾ വളരെ ബോൾഡായിട്ട് ജീവിതത്തിൽ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒരു പോസിറ്റീവായ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവർക്ക് നോട്ടറി ലൈസൻസ് ലഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ ചെയ്യില്ല എന്നുള്ള ചിന്ത നമ്മൾ നേരത്തെ തന്നെ കൺവേ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് പറയുന്നു ഈ കുത്തുവെക്കാനുള്ള സാധ്യത മറ്റൊരാൾ ചെയ്തതായിരിക്കും, അല്ലാതെ അവർക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതോടൊപ്പം തന്നെ ചില സാഹചര്യ തെളിവുകൾ കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിന്റെയോ ഫോൺ നമ്പറിന്റെയോ അഭാവം. അമ്മ 2 ദിവസമായി ആരെയും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി അവരുടെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. 7ാമത്, ആത്മഹത്യാക്കുറിപ്പില്ല, അതുപോലെ ഫോൺ നമ്പർ ഇല്ല, അമ്മ 2 ദിവസമായിട്ട് ആരെയും ബന്ധപ്പെട്ടിട്ടില്ല, ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്തിയിട്ടില്ല. മരണത്തിന് മുമ്പ് അവർ നിർബന്ധിതമായി അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇവരുടെ വീട്ടുകാർ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ലഭിക്കാതിരുന്ന മറുപടി. അതേപോലെ തന്നെ ഈ ജിസ്മോളുടെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു വിഷുവിനെ ആശംസകൾ അറിയിച്ച് മെസ്സേജ് അയച്ചിട്ട് അത് റിപ്ലൈ പോലും ലഭിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇവരുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലും അതേപോലെ തന്നെ ഈ സാഹചര്യം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ലിങ്ക് ആവുന്ന സംഭവമാണ്. 2 ദിവസം അവരുടെ കയ്യിൽ ഫോൺ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. നിർബന്ധമായിട്ട് അവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിൽ ഇവർ വിജയിച്ചിട്ടുണ്ട് കേട്ടോ, ആസൂത്രണം ചെയ്തവർ വിജയിച്ചിട്ടുണ്ട്. കാരണം സമയമൊക്കെ ഒക്കുന്നുണ്ട് ഇതിനകത്ത്. ഒക്കാത്തത് മരണകാരണം മാത്രമാണ്. സമയമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്, റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. ഏപ്രിൽ 15 ഉച്ചയ്ക്ക് 2 മണിക്ക് മൃതദേഹങ്ങൾ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം എഴുതണമല്ലോ. ഏപ്രിൽ 16 പോസ്റ്റ്മോർട്ടം നടത്തി. മരണസമയവുമായി പൂർണ്ണമായും പൊരുത്തപ്പെടുന്ന റിഗോർ മോർട്ടിസ് എല്ലാ കേസുകളിലും പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടു. പക്ഷേ മുങ്ങി മരണവുമായി പൊരുത്തപ്പെടുന്നില്ല. മരണപ്പെട്ട സമയമൊക്കെ ഏകദേശം കറക്റ്റാണ്, പക്ഷേ മുങ്ങി മരണമാണെന്ന് ആയിട്ട് പൊരുത്തപ്പെടുന്നതേ ഇല്ല എന്നത് കൃത്യമായി പറയുന്നു. കുട്ടികൾക്ക് ആന്തരിക രക്തസ്രാവത്തിന്റെയും ആഘാതത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. സമാധാനപരമായ മരണത്തിനോ മുങ്ങി മരണത്തിനോ പൊരുത്തപ്പെടുന്നില്ല. അതായത് സമാധാനപരമായി മരിക്കുകയായിരുന്നില്ല, കുഞ്ഞുങ്ങൾ നന്നായിട്ട് വേദന അനുഭവിച്ച് മരണപ്പെടുകയായിരുന്നു. ഇതില് മരണസമയമൊക്കെ ഒത്തു വന്നെങ്കിലും മരണകാരണം യോജിക്കാതെ പോയി. അവിടെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരു തിരിച്ചടി ഉണ്ടായത്. ഒരു മുങ്ങിമരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന രീതിയിൽ ഇത് എഴുതി തള്ളുമെന്ന പ്രതീക്ഷ ഇല്ലാതെ പോയത് ഇവിടെയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നതും. അതൊരു മുങ്ങിമരണമാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു 15 ഇടത്തെങ്കിലും ഇതൊരു മുങ്ങിമരണമല്ല എന്ന് എടുത്തു പറയുന്നുണ്ടെന്ന് എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്നറിയാൻ സാധിക്കുന്നത്. കുറെ കൂടി കൺവിൻസിംഗ് ആയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് കേസെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം, പക്ഷേ കാര്യങ്ങൾ പ്രേരണ വരെ എത്തിയിട്ടുള്ളൂ, വേറെ എങ്ങും എത്തിയിട്ടില്ല. ഇനി ഇതിനെ മോട്ടീവിനെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. 10 അമ്മ ഒരു അഭിഭാഷകയായിരുന്നു. ഒരു സാധ്യതയുള്ള ലക്ഷ്യം അവർ വിവാദപരമായ നിയമകാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കാം. ഒന്നുകിൽ അവർ പറയുന്നത് ഒരു അമ്മ അഭിഭാഷകയായിരുന്നത് കൊണ്ട് വിവാദപരമായ എന്തെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ട് ആരെങ്കിലും കൊലപ്പെടുത്തിയതാവാമെന്നാണ് പറയുന്നത്. ശത്രുക്കൾ ഉണ്ടാകാം, അവിടെ പറഞ്ഞു നിർത്തിയല്ലോ. അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഗാർഹിക സംഘർഷം കാരണം അവർ ലക്ഷ്യം വെച്ചിരിക്കാം. ഇങ്ങനെ പറയാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ. കാരണം ഇത് പറയുമ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചിന്ത അങ്ങനെ ആരെങ്കിലും ചെയ്തതാണെന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല. കാരണം ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയം എന്ന് പറയുന്നത് സംഭവം നടന്ന അതേ ദിവസം തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പിറ്റേ ദിവസം നടക്കുന്ന ഒരു കാര്യമായിരിക്കും. ആ സമയത്ത് അവർ പ്രതീക്ഷിക്കുന്ന സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകൾ ഇവരെ
അപകടപ്പെടുത്തിയതാകും. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ വെച്ച് ഇത് സംഭവിക്കില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പുറത്തു വന്നേനെ. കാരണം അങ്ങനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ജിസ്മോൾ വീണ്ടും പുറത്തു കൊണ്ടുവരണം, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യണം. അതിൽ വരുന്നൊരു ചോദ്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനും മക്കളെ ഇല്ലാതാക്കണം? ജിസ്മോളെ മാത്രം ഇല്ലാതാക്കിയാൽ പോരെ പ്രൊഫഷണൽ ഗ്രഡ്ജ് ആണെന്നുണ്ടെങ്കിൽ? അപ്പം അതല്ല, ഗാർഹികമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് പിന്നിലുള്ളത്. ഇതിന്റെ കൺക്ലൂസീവ് പാർട്ടൂടെ ഒന്ന് കേൾക്കാം നമുക്ക്. അപ്പോൾ സാഹചര്യ തെളിവുകൾ, പോസ്റ്റ്മോർട്ടം കണ്ടെത്തലോടൊപ്പം എടുത്ത സാഹചര്യ തെളിവുകൾ കൊലപാതക സിദ്ധാന്തത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു, കൊലപാതകമാണ് എന്ന് പിന്തുണയ്ക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വീണ്ടും പറയുന്നു. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു അത്? ഒരുപക്ഷെ മുൻകൂട്ടി തയ്യാറാക്കിയതായിരിക്കാം. നദിയിൽ ബോഡി കണ്ടത് സംഭവസ്ഥലം ആത്മഹത്യയോ ആകസ്മികമായി മുങ്ങിമരണവുമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് എന്ന് തോന്നുന്നു. ഇതൊരു കൊലപാതകം തന്നെയാണ്. മുങ്ങിമരണമായി ആത്മഹത്യയായി വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ്. അതൊരു ആത്മഹത്യ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരുമായിരുന്നു. കാരണം ആ ഫാമിലി ഒരിക്കലും, അവർക്കെതിരെ ഒരു ജനവികാരം വരുമ്പോൾ ആ ഫാമിലി ഒരിക്കലും അതൊന്നും പൂട്ടിവെക്കാൻ ശ്രമിക്കില്ല. ജിസ്മോള് പോയതിന്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വിട്ടേരെ, അതൊന്നും പുറത്തു വിടാതിരിക്കും. അല്ലെങ്കിൽ നിയമ സംവിധാനം ചെയ്തേനെ, ഇതിനകത്ത് CCTV ദൃശ്യങ്ങളുണ്ട്, ആ CCTV ദൃശ്യങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങളും പറഞ്ഞേനെ. മക്കളെ കൊല്ലാണ് സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒരു മക്കളെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മക്കള് ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ അവരെ കൂടി ഇല്ലാതാക്കുന്ന ശ്രമമായിരിക്കും നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ 3 പേരെയും കൊല്ലണമെന്ന ക്രൂരമായിട്ട് ഇവർ ചിന്തിച്ചിട്ടുണ്ടാവണം. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നിരിക്കുന്നത്, ഇത് മെല്ലെ മെല്ലെയാണ് മുന്നോട്ട് പോകുന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. അവിടെയുള്ള ആളുകൾ കുറെ കൂടി ശക്തമായിട്ട് വിഷയത്തിലുണ്ട്. അതുപോലെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന, ജിസ്മോൾക്ക് ജസ്റ്റിസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും സംസാരിക്കണം, ജിസ്മോൾക്ക് നീതി ലഭിക്കണം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.